ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ചാവക്കാട് നഗരസഭ മാസ്റ്റർ പ്ലാനിലെ അപാകത മൂലം വീടുപണി നടത്താനാകാതെ ദുരിതത്തിലായി നഗരസഭാ കൌൺസിലറുടെ കുടുംബം. ചാവക്കാട് നഗരസഭ 32-ാം വാർഡ് കൌൺസിലർ പേള ഷാഹിദയും കുടുംബവുമാണ് മാസ്റ്റർ പ്ലാനിലെ അപാകത മൂലം വീട് വെക്കാനാകാതെ പ്രതിസന്ധിയിലായത്. വർഷങ്ങളായി ഷാഹിദയും കുടുംബവും താമസിക്കുന്ന വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം 2022-ൽ പ്രസിദ്ധീകരിച്ച നഗരസഭാ മാസ്റ്റർ പ്ലാൻ പ്രകാരം ഫ്ലോറികൾച്ചർ ആൻഡ് എക്വാകൾച്ചറിൽ ഉൾപ്പെട്ടതാണ് വിനയായത്. ഷാഹിദയുടെ ഭർത്താവും മത്സ്യത്തൊഴിലാളിയുമായ പേള ഷാഹു PMAY പദ്ധതി പ്രകാരം വീട് പണിയാനുള്ള അനുമതിക്കായി നഗരസഭയെ സമീപിച്ചപ്പോഴാണ് ഇവർ താമസിക്കുന്ന ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകാൻ കഴിയില്ലെന്ന് അറിയുന്നത്. മണത്തല വില്ലേജിൽ 59/3-5 എന്ന സർവേ നമ്പറിൽ 3 സെന്റ് ഭൂമിയാണ് ഷാഹുവിന്റെ പേരിലുള്ളത്. ഈ സ്ഥലത്ത് ഓലപ്പുര കെട്ടി താമസിക്കുന്ന കുടുംബത്തിന് 2013-ൽ കെട്ടിട നമ്പർ നഗരസഭയിൽ നിന്ന് ലഭിച്ചിരുന്നു. തങ്ങൾ അറിയാതെ താമസ സ്ഥലം മാസ്റ്റർ പ്ലാനിൽ തെറ്റായി ഉൾപ്പെടുത്തിയതിന്റെ പരാതി രേഖാമൂലം നൽകിയപ്പോൾ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്നും നിർമ്മാണാനുമതിക്കായി സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ടെന്നുമുള്ള ഒഴുക്കൻ മറുപടിയാണ് നഗരസഭ അധികൃതരിൽ നിന്നുണ്ടായതെന്ന് കൌൺസിലർ പറഞ്ഞു. ഇതിനിടെ വീടിന് തറ പണിതില്ലെന്ന കാരണം പറഞ്ഞ് ലൈഫ് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുമെന്നറിയിച്ച് നോട്ടീസ് വന്നിട്ടുണ്ടെന്നും കൌൺസിലർ പറഞ്ഞു. ചോർന്നൊലിക്കുന്ന ഓലപ്പുരയിൽ താമസിക്കുന്ന കുടുംബം അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടിയാണ് അടച്ചുറപ്പുള്ളൊരു വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ശരിയായി പഠനം നടത്താതെ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ മൂലം കുടുംബം പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട സ്ഥിതിയിലാണെന്നും ചാവക്കാട് നഗരസഭയിലെ UDF കൌൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സമാനമായ ഒട്ടേറെ പരാതികൾ വേറെയും ഉണ്ടായിട്ടും അതൊന്നും പരിഹരിക്കാൻ നഗരസഭ തയ്യാറാകുന്നില്ലെന്നും നഗരസഭാ കൌൺസിലർക്ക് പോലും നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ നീതി തേടി കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെന്നും കൌൺസിലർമാർ പറഞ്ഞു. UDF കൌൺസിലർമാരായ KV സത്താർ, സുപ്രിയ രാമചന്ദ്രൻ, ഷാഹിദ മുഹമ്മദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അതേസമയം നഗരസഭാ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട PMAY ലൈഫ് ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം നഷ്ടപ്പെടില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ പ്രകാരം ഫ്ലോറികൾച്ചർ എന്ന് രേഖപ്പെടുത്തിയ പ്രദേശമാണെന്ന കാരണത്താൽ ഭവന നിർമ്മാണ അനുമതി ലഭിക്കാത്തതിന്റെ പേരിൽ കൌൺസിലർക്ക് ആനുകൂല്യം നഷ്ടപ്പെടുമെന്ന പ്രതിപക്ഷാരോപണം തികച്ചും അവാസ്തവമാണ്. നഗരസഭയുടെ നിലവിലെ മാസ്റ്റർ പ്ലാനിൽ ഫ്ലോറികൾച്ചർ എന്ന് കണ്ടെത്തിയ പ്രദേശം നീക്കം ചെയ്ത് മാസ്റ്റർ പ്ലാൻ ഭേദഗതി ചെയ്യുന്നതിന് സ്പെഷ്യൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ കൌൺസിലർ KV സത്താർ ഉൾപ്പെടുന്ന ഈ കമ്മിറ്റിയുടെ തീരുമാനം അംഗീകാരത്തിനായി ചീഫ് ടൗൺ പ്ലാനർ മുഖേന സർക്കാരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഭേദഗതി അംഗീകരിച്ചു കിട്ടുന്ന മുറയ്ക്ക് കൌൺസിലർ ഉൾപ്പെടെയുള്ളവർക്ക് ഭവന നിർമ്മാണ അനുമതി നൽകുകയും ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. വസ്തുത ഇതായിരിക്കെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി മാത്രം പ്രതിപക്ഷം നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്, പ്ലാറ്റിനം പോലെ സിൽവർ, ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്, ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.